മോർ ഓൺ സെഡ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ചില ഉദാഹരണങ്ങളിലൂടെ ഇത് നോക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം GNU ബാഷ് വെർഷൻ 4224. ഈ ട്യൂട്ടോറിയൽ പരിശീലിക്കുന്നതിനായി GNU ബാഷ് 4 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വെർഷൻ ഉപയോഗിക്കുക. ഇതിനായി ലിനക്സ് ടെർമിനലിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. സെഡ് ടൂളും പരിചിതമായിരിക്കണം. ആവശ്യമുള്ള ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സെഡിന്റെ ഏറ്റവും പ്രധാന ഉപയോഗം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻപുട്ടിലെ ഏതെങ്കിലും പാറ്റർണിന് പകരം മറ്റൊന്ന് കൊടുക്കുന്നത്. നമ്മുടെ seddemo.txt ഫയൽ നോക്കാം. നാലാമത്തെ വരിയിൽ 2 പ്രാവശ്യവും ആറാമത്തെ വരിയിൽ 1 പ്രാവശ്യവും കുമാർ എന്ന വാക്ക് കാണുന്നത് ശ്രദ്ധിക്കുക. കുമാർ ഉള്ളിടത്തൊക്കെയും റോയ് കൊടുക്കണമെങ്കിൽ ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക സെഡ് സ്പേസ് സിംഗിൾ quotesനുള്ളിൽ s ഫ്രണ്ട് സ്ലാഷ് തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ചെറിയക്ഷരം k വലിയക്ഷരം K അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് UMAR സ്ലാഷ് റോയ് സ്ലാഷ് സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt. Enter പ്രസ് ചെയ്യുക. നാലാമത്തെ വരി നോക്കുക. കുമാറിന്റെ ആദ്യത്തെ ഒക്കറൻസ് മാത്രം റോയ് ആയി മാറ്റപ്പെട്ടു. എന്നാൽ രണ്ടാമത്തേത് മാറ്റപ്പെട്ടില്ല. ആറാമത്തെ വരിയിൽ കുമാറിന്റെ ഒറ്റ ഒക്കറൻസേ ഉള്ളൂ. അത് മാറ്റപ്പെട്ടു. അതായത് ലൈനിലെ ആദ്യത്തെ എൻട്രിയിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഇതെന്തെന്നാൽ ഡിഫോൾട്ടായി ആദ്യം മാച്ച് ചെയ്യുന്ന എൻട്രി മാത്രം മാറ്റപ്പെടുന്നു. മാച്ച് ചെയ്യുന്ന എല്ലാ entriesഉം മാറ്റണമെങ്കിൽ G ഓപ്ഷൻ ഫ്ലാഗ് ഉപയോഗിക്കണം. പ്രോംപ്റ്റ് വൃത്തിയാക്കട്ടെ. ടൈപ്പ് ചെയ്യുക സെഡ് സ്പേസ് സിംഗിൾ quotesനുള്ളിൽ s ഫ്രണ്ട് സ്ലാഷ് തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ചെറിയക്ഷരം K വലിയക്ഷരം K അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് UMAR സ്ലാഷ് റോയ് സ്ലാഷ് G സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt. Enter പ്രസ് ചെയ്യുക. ഇപ്പോൾ നാലാമത്തെ വരിയിലെ 2 entriesഉം മാറ്റപ്പെട്ടു. നമുക്ക് ഒറ്റ തവണ ഒന്നിൽ കൂടുതൽ substitutionsഉം നടത്താം. ഫയൽ seddemo.txt ഫയലിൽ ഇലക്ട്രോണിക്സിന് പകരം ഇലക്ട്രിക്കൽ എന്നാക്കണമെന്ന് കരുതുക. അതുപോലെ സിവിലിന് പകരം മെറ്റലർജി. പ്രോംപ്റ്റ് വൃത്തിയാക്കട്ടെ. ടൈപ്പ് ചെയ്യുക സെഡ് സ്പേസ് -e സ്പേസ് സിംഗിൾ quotesനുള്ളിൽ s ഫ്രണ്ട് സ്ലാഷ് ഇലക്ട്രോണിക്സ് സ്ലാഷ് ഇലക്ട്രിക്കൽ സ്ലാഷ് G സിംഗിൾ quotesന് ശേഷം സ്പേസ് -e സ്പേസ് സിംഗിൾ quotesനുള്ളിൽ s ഫ്രണ്ട് സ്ലാഷ് സിവിൽ സ്ലാഷ് മെറ്റലർജി സ്ലാഷ് G സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt. Enter പ്രസ് ചെയ്യുക. വാക്കുകൾ റീപ്ലേസ് ചെയ്യപ്പെട്ടതായി കാണാം. ഇപ്പോൾ അനിർബന്റെ സ്ട്രീം കമ്പ്യൂട്ടർസിൽ നിന്നും മാത്തമാറ്റിക്സ് ആക്കണമെന്ന് കരുതുക. ഈ അവസരങ്ങളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക സെഡ് സ്പേസ് സിംഗിൾ quotesനുള്ളിൽ ഫ്രണ്ട് സ്ലാഷ് അനിർബൻ സ്ലാഷ് s സ്ലാഷ് കമ്പ്യൂട്ടർസ് സ്ലാഷ് മാത്തമാറ്റിക്സ് സ്ലാഷ് G സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt. Enter പ്രസ് ചെയ്യുക. സ്ട്രീം മാറ്റപ്പെട്ടത് നമുക്ക് കാണാം. ഇതെന്താണെന്ന് നോക്കാം. ആദ്യം സെഡ് എന്നിട്ട് സിംഗിൾ quotesനുള്ളിൽ മാച്ച് ചെയ്യപ്പെടേണ്ട പാറ്റർൻ എഴുതണം. ഇതാണ് അനിർബൻ. സ്ലാഷിന് ശേഷം ചെയ്യേണ്ട ഓപ്പറേഷൻ. അതാണ് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയുള്ള s. എന്നിട്ട് റീപ്ലേസ് ചെയ്യപ്പെടേണ്ട പാറ്റർൻ അതായത് കമ്പ്യൂട്ടർസ്. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാക്ക് മാത്തമാറ്റിക്സ്. ഫയലിൽ വരികൾ ചേർക്കുവാനോ നീക്കം ചെയ്യുവാനോ സെഡ് നമുക്ക് ഉപയോഗിക്കാം.
ഇലക്ട്രോണിക്സ് എന്ന സ്ട്രീം ഇല്ലാതെ വരികൾ സിലക്റ്റ് ചെയ്യണമെന്ന് കരുതുക. ഇതിനായി നമുക്ക് D ഫ്ലാഗ് ഉണ്ട്. ടൈപ്പ് ചെയ്യുക സെഡ് സ്പേസ് സിംഗിൾ quotesനുള്ളിൽ /electronics/d സിംഗിൾ quotesന് ശേഷം സ്പേസ് seddemo.txt സ്പേസ് ഗ്രീറ്റർ താൻ സൈൻ സ്പേസ് nonelectronics.txt. Enter പ്രസ് ചെയ്യുക. ഉള്ളടക്കം കാണാൻ ടൈപ്പ് ചെയ്യുക കാട്ട് സ്പേസ് nonelectronics.txt. ഫയലിന്റെ ആദ്യം സ്റ്റുഡെന്റ് ഇൻഫർമേഷൻ എന്ന വരി ചേർക്കണമെന്ന് കരുതുക. അതിനായി ആക്ഷൻ ഉണ്ട്. ടൈപ്പ് ചെയ്യുക സെഡ് സ്പേസ് സിംഗിൾ quotesനുള്ളിൽ 1 സ്പേസ് സ്റ്റുഡെന്റ് ഇൻഫർമേഷൻ quoteന് ശേഷം seddemo.txt. Enter പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാം. ഇതുപോലെ ഒന്നിലധികം വരികൾ ഇവിടെ ചേർക്കാം. നമുക്ക് 2 വരികൾ ചേർക്കണമെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യുന്നു. സ്റ്റുഡെന്റ് ഇൻഫർമേഷനോടൊപ്പം നമുക്ക് അടുത്ത വർഷത്തെ academicsഉം ചേർക്കണമെങ്കിൽ ഈ അവസരങ്ങളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക സെഡ് സ്പേസ് സിംഗിൾ quotesനുള്ളിൽ 1 സ്പേസ് സ്റ്റുഡെന്റ് ഇൻഫർമേഷൻ /n 2013 quotesന് ശേഷം seddemo.txt. Enter പ്രസ് ചെയ്യുക. സ്ട്രിംഗ് informationനും 2013നും ഇടയിലുള്ള /n ശ്രദ്ധിക്കുക. /n സ്റ്റുഡെന്റ് ഇൻഫർമേഷന് ശേഷം 2013നെ അടുത്ത വരിയിൽ പ്രിന്റ് ചെയ്യുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് സബ്സ്റ്റിറ്റ്യൂഷൻ, റിപ്ലേസ്മെന്റ്, ഇൻസർഷൻ. ഒരു അസൈൻമെന്റ് seddemo.txt ടെക്സ്റ്റ് ഫയൽ ഉപയോഗിക്കുക. അങ്കിത് എന്ന പേരിന് പകരം ആശിഷ് എന്നാക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.